തൃപ്പൂണിത്തുറ കണ്ണംകുളങ്ങരയിൽ ശ്രീനിവാസ കോവിലിന് സമീപത്തെ 6 സെന്റ് ഭൂമിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് സമീപത്തു നിന്നാണ് അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നത്. പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ഈ അസ്ഥികൂടം രാവിലെ കണ്ടെത്തിയത്. നിർമ്മാണ ജോലികൾ പുരോഗമിക്കവേ തൊഴിലാളികൾ ഈ വീടിന് പരിസരത്ത് വൃത്തിയാക്കുന്നതിനിടയിലാണ് ഈ അസ്ഥികൂടം കണ്ടെത്തിയത്. ഒരു തലയോട്ടിയും ഇടുപ്പിലിന്റെ ഭാഗവും മറ്റൊന്ന് കൈപ്പത്തിയുമൊക്കെയാണ് ഈ പ്ലാസ്റ്റിക് കവറിൽ, കറുത്ത പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ ഇവിടെ നിന്ന് കണ്ടെത്തിയത്. രാവിലെയായിരുന്നു ഈ സംഭവം. സംഭവത്തെ തുടർന്ന് വിവരങ്ങൾ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പരിശോധനകൾ നടത്തി. ഫോറൻസിക് സംഘം കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് ഇത് വിധേയമാക്കും. ഫോറൻസിക് സംഘം ഇങ്ങോട്ട് എത്തുന്നതേയുള്ളൂ. നിലവിൽ വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇവിടെ എത്തിയ പോലീസുകാരോട് ചോദിക്കാം. സാർ, എപ്പോഴാണ് ഇതിന്റെ വിവരം കിട്ടിയത്? ഏകദേശം ഒരു 9:30 ടൈമോട് കൂടി ആയിരുന്നു. 10 മണിയോട് ഏകദേശം. എന്തായിരുന്നു ആദ്യം വിളിച്ച് പറഞ്ഞത്? ഇത് നമുക്ക് ഇങ്ങനെ ഒരു കവറിനകത്ത് ഇങ്ങനെ സ്കെൽറ്റൻ കിട്ടിയെന്നുള്ള രീതിയിൽ ഇതായിട്ടാണ് അറിയുന്നത്. ഫോറൻസിക് സംഘം ഇപ്പോഴെത്തും അറിയിച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, അറിയാൻ സാധിച്ചിട്ടില്ല. 14 സെന്റ് സ്ഥലമായിരുന്നു ഈ ഭാഗം മുഴുവൻ. ഇതിന്റെ മുൻ ഉടമസ്ഥൻ ബാലകൃഷ്ണൻ നമ്മോടൊപ്പമുണ്ട്. അതിനു മുമ്പ് ഇദ്ദേഹം ഇത് 2023 ഇത് വിൽപ്പന നടത്തി 6 സെന്റായി ഈ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ ഉടമസ്ഥന് നൽകുകയായിരുന്നു. അതിന്റെ മറുവശത്ത് അദ്ദേഹവും വീട് വെക്കുന്നുണ്ട്. അദ്ദേഹത്തിനോട് തന്നെ മറ്റു കാര്യങ്ങൾ ചോദിച്ചറിയാം. ഈ കുടുംബത്തിൽ ആരെങ്കിലും മുൻപ് മരിക്കുകയോ ഇവിടെ സംസ്കാരം നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. 1960 ശേഷം ഇവിടെ അങ്ങനെ ഒരു സംസ്കാരമോ ഒന്നും നടന്നിട്ടില്ല. എല്ലാം അതിനു മുമ്പ് വല്ലതും നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇനി ഇത് പരിശോധിക്കണം. 1 കിലോമീറ്ററിനപ്പുറത്ത് ശ്മശാനം ഉണ്ടെന്ന് പറയുന്നു. അവിടെ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നിടാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. അത്തരം എന്തെങ്കിലും പറ്റില്ല. നിർമ്മാണ ജോലികൾ നടത്തിയിരുന്ന ആളോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് കണ്ടെത്തിയത്, എന്തായിരുന്നു ആ സാഹചര്യം എന്ന്. മുട്ടുവെക്കുന്നതിന് വേണ്ടി വടക്കുവശത്തുള്ള ക്ലീൻ ആകാണ്ട് കിടന്നു വെച്ച സ്ഥലം ഒന്ന് ക്ലീൻ ആക്കിയായിരുന്നു. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ഹിന്ദിക്കാരൻ ബായിയാണ് ക്ലീൻ ആക്കിയത്. അപ്പൊ ആദ്യം ഒരു പ്ലാസ്റ്റിക് കറുപ്പ് കളറിലുള്ള പ്ലാസ്റ്റിക് കവറിലൊരു തലയോട്ടി കൊണ്ടുവന്ന് കാണിച്ച്. അപ്പോൾ അത് നമ്മൾ കണ്ടപ്പോൾ പാനിക്കായി. പോലീസുകാർ വന്ന് ഓണറും ആ കൂട്ടുകാരനൊക്കെ ഇപ്പോൾ സ്റ്റേഷനിലാണ്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. നമ്മളോട് പണിയൊക്കെ നിർത്തിയിട്ട് അവർ പറയണവരെ നിൽക്കാൻ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് ഇവിടെ. നമ്മൾ അത്രേ ഉള്ളൂ. വേറെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്കറിയത്തില്ല. എന്തായാലും തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ഫോറൻസിക് സംഘം കൂടി പരിശോധന നടത്തിയതിനു ശേഷമേ വിശദമായ പൂർണ്ണമായ ഒരു വിവരം ലഭിക്കുകയുള്ളൂ. നിലവിൽ പ്രാഥമിക പരിശോധനകൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്.